ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ് നാട്ടിൽ. അപ്പോൾ എന്ത് വേണം? കട്ടൻ ചായ കുടിക്കണം. കട്ടൻ ചായയും മിച്ചറും. മിച്ചറിൽ കട്ടൻ ചായ ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റാണ്. മിച്ചറിൽ എങ്ങനെ ഇടുകയെന്ന് കാണിച്ചാലോ. എങ്ങനെയാണ് കട്ടൻ ചായയിൽ ഞാനിപ്പോൾ കുറച്ചായിട്ടിനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ കട്ടൻ ചായയിൽ ഇങ്ങനെ മിച്ചറിൻ്റെ പാക്കറ്റ് എടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്താ കട്ടൻ ചായയും മിച്ചറും ഒരു വികാരമാണ് മക്കളെ. കട്ടൻ ചായയും മിച്ചറും ഇങ്ങനെ കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? കട്ടൻ ചായയും മിച്ചറും കഴിക്കുന്നവരുണ്ടോ ഇവിടെ? കമോൺ. അങ്ങനെ സുഹൃത്തുക്കളെ, വീടിൻ്റെ പണി ഏകദേശം തീരാറായി. കണ്ടാ, വിശദമായി ഹോം ടൂർ വീഡിയോ ചെയ്യാട്ടാ. ഇത് കണ്ട, വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. അടിപൊളിയല്ലേ? അതല്ലേ നമ്മളെ നാട്. നമ്മളെ നാട്ടിലാവുമ്പോൾ ഇങ്ങനെയല്ലേ, മഴ ആസ്വദിക്കാം, പ്രകൃതി ഭംഗി ആസ്വദിക്കാം, കൂടാതെ കട്ടൻ ചായയിൽ മിച്ചറിട്ട് കുടിക്കാം. ഇതെല്ലാം മക്കളെ നൊസ്റ്റു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം കിട്ടാഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. സമയം എല്ലാവർക്കും 24 hours ഉണ്ടല്ലേ. എനിക്ക് ഇന്നിടാം, നാളെ ഇടാം, മറ്റന്നാളിടാന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. സൂപ്പർ വീഡിയോസ് ഉണ്ട് നല്ല. അപ്പോൾ അവിടെ ഒരു വീട് കാണുന്നുണ്ട് നിങ്ങൾ. വീടിൽ ഇങ്ങനെയല്ലേ, മുട്ടി വീടില്ലല്ലോ. നമ്മൾ താമസിക്കുന്നിടത്ത് അവിടെയൊക്കെ ഉത്തരാഖണ്ഡിലെല്ലാം നമ്മളെ ഓരോരു ദിവാറിന് മുട്ടിയിട്ടല്ലേ വീടുണ്ടാവുക. അപ്പോൾ ഇവിടെ അവിടെ ഒരു വീട്, പിന്നെ ഇവിടെ ഒരു വീടുണ്ട്, കാണുന്നില്ലല്ലോ. ഇതില്ലേ ടൈല് വെച്ച് എൻ്റെ ഇവിടെ മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട്. മഴയല്ലേ, ഇതെല്ലാം ക്ലീൻ ചെയ്യണം. മൊത്തം ക്ലീൻ ചെയ്താൽ മാത്രമേ ഹോം ടൂർ ചെയ്യൂ. ചുമ അതാന്ന് വെച്ച് ഇങ്ങനെ. ഇപ്പോൾ എൻ്റെ കട്ടൻ ചായ തണുത്ത് പോകുന്നതായിരിക്കും. ഞാനിപ്പോൾ കുടിക്കുന്നതായിരിക്കും. സൂപ്പർ കട്ടൻ ചായ. ഇവിടെ വന്നാൽ കട്ടൻ ചായ മിച്ചറും തരാം. ഇതേണ്ട കാര്യപ്പം ഏച്ചി വന്നേരം കൊണ്ടുവന്ന ശ്രീയാട്ടൻ്റെ ഏച്ചി. ഇതെല്ലാം കഴിഞ്ഞു പോയി. ഇതെന്ന കുജിയല്ലേ, ഇതും ഏച്ചി കൊണ്ടുവന്നേ. ഇതും അതേ ഏച്ചി കൊണ്ടുവന്നെയാണ് കേക്ക്. അറിയാം, മറ്റേച്ചിരത് പിന്നെ കാണിച്ചു തരാം. അതുമുണ്ട്. ഇഷ്ടം പോലെ ചായക്കടിയാണ് സുഹൃത്തുക്കളെ നാട്ടിൽ വന്നാൽ. കാര്യപ്പം, വെട്ടേക്ക്, അച്ചപ്പം, പിന്നെ ഗുജിയ, പിന്നെ മിച്ചർ, അങ്ങനെ ഒരുപാട്. കുപ്പായുടെ തല വരുന്നുണ്ടാ? കുപ്പായിട്ടിട്ട് വാ. ഞാനെപ്പം പറയും നാട്ടിൽ മഴയെ ആസ്വദിക്കണം. വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നിട്ട് മഴ കണ്ടുകൊണ്ട് കട്ടൻ ചായ കുടിക്കണമെന്ന് ഞാനപ്പം പറയും. മുറ്റമൊന്നും വൃത്തിയാക്കില്ല കേട്ടോ. ടൈലുകാർ വന്ന് ടൈലെല്ലാം ഇട്ടിട്ട് പോയിട്ട് മുറ്റെല്ലാം ഇങ്ങനെ ഉണ്ട്. അത്ര മുറ്റത്തിൻ്റെ പണിയെല്ലാം എടുക്കണം. അത്ര ഇങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ടാണ്. ചേട്ടൻ വരുന്നുണ്ടാ? കട്ടൻ ചായ കുടിക്കുന്നു, മഴ ആസ്വദിച്ചുകൊണ്ട്. ചേട്ടൻ്റെ കട്ടൻ ചായ ചേട്ടാ ഇതാ കുടിച്ച് തീർന്ന്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ പിന്നില്ലേ, ഇന്നലെ കുഞ്ഞേച്ചി വന്നിന്. കുഞ്ഞേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ രണ്ടാമത്തെ ഏച്ചി. മൂത്ത ഏച്ചിനെ ഏച്ചി എന്ന് വിളിക്കും, രണ്ടാമത്തെ ഏച്ചിനെ കുഞ്ഞേച്ചി എന്ന് വിളിക്കും. അപ്പോൾ കുഞ്ഞേച്ചി വരുമ്പോൾ കൊണ്ടുവന്നെയാണ് കുഞ്ഞേച്ചിയും മോനും മോൻ്റെ ഭാര്യയെല്ലാം വന്നിരുന്നേ.
അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവന്നെയാണ് അച്ചപ്പം. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റാണ് ശ്രീയാണ്ടൻ്റെ അച്ചപ്പം. എനക്കിനി കേക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് കുഞ്ഞേച്ചി കേക്കാണ് കൊണ്ടുവന്നത്. വേണ്ട കേക്ക് എൻ്റെ ഫേവറേറ്റാണ്. കേക്ക്, അച്ചപ്പം, പിന്നെ എന്താ കൊണ്ടുവന്നതെന്നറിയാം. ഇത് പിന്നെ എല്ലാ എൻ്റെ ശ്രീയാണ്ടൻ്റെ ഫേവറേറ്റ് ഒരേ വലിയുള്ള നേന്ത്രപ്പഴമായിരിക്കും. അതൊന്നും അത്ര ഫേവറേറ്റ് സാധനമായിരിക്കില്ല അല്ലേ. പക്ഷേ എങ്കിൽ ഇത് രാവിലെ പുഴുങ്ങി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പച്ചേനേക്കാളും. ചേട്ടൻ്റെ പച്ച എല്ലാം ഇഷ്ടം തന്നെയാണ്. നമ്മളവിടെ കിട്ടൂല, മലയാളി സ്റ്റോറൊന്നുമില്ല. അതുകൊണ്ട് ഈ നേന്ത്രപ്പഴവും ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരാങ്ങളേനെ കാണാൻ വന്നതല്ലേ, ആങ്ങളേനെയല്ല പന്നി. അപ്പോൾ ആങ്ങളെ അങ്ങനെ വരുമ്പം ഇങ്ങനെ സാധനങ്ങൾ നാട്ടിലങ്ങനെയല്ലേ അല്ലേ, നിങ്ങളെല്ലാം നാട്ടിലങ്ങനെയാണ്. നമ്മളെ നാട്ടിലെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കണ്ട. അത്ര പടം നോക്കിയാൽ എന്നും ഉണ്ടത്രേ. ഇത് ഇവർ പ്രത്യേകിച്ച് തന്നെ ഇവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതല്ലേ, അല്ലാണ്ടും നമ്മൾ വാങ്ങിയതും എല്ലാം. അതുകൊണ്ട് ഇങ്ങനെ മിച്ചറും അച്ചപ്പവും ഉണ്ണിയപ്പം, കാര്യപ്പം, കൊയലപ്പം എല്ലാം കഴിച്ചുകൊണ്ട് മഴയെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ബായ്.